ശൂന്യാകാശത്തിലെ ഒരു നിഗൂഢമായ വസ്തുവാണ് ബ്ലാക്ക് ഹോൾ. അതിന്റെ ശക്തമായ ഗുരുത്വാകർഷണം കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചത്തിന് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് ഹോൾ ഒരു ഗുഹയോ തുരങ്കമോ പോലെയല്ല. ഈവൻ ഹൊറൈസൺ, അതായത് ബ്ലാക്ക് ഹോളിന്റെ അതിർത്തി, അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. എന്തിന് ഒരു സ്പേസ്ഷിപ്പിന് പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ടാണ് ഇതിനെ മടങ്ങി വരാനാവാത്ത പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീഴാൻ ശ്രമിച്ചാൽ വിചിത്രവും ഭയാനകരവുമായ കാര്യങ്ങൾ സംഭവിക്കും. ശക്തമായ ഗുരുത്വാകർഷണം അയാളെ വലിച്ചു നീട്ടും. ശാസ്ത്രജ്ഞർ ഇതിനെ സ്പാഗറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ബ്ലാക്ക് ഹോളിനകത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ തകർന്നില്ലാണ്ടായി പോകും. കൂടാതെ ബ്ലാക്ക് ഹോളിനടുത്ത് സമയം വിചിത്രമായി പ്രവർത്തിക്കുന്നു. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അയാൾ മന്ദഗതിയിൽ വീഴുന്നതായി തോന്നും. ചിലപ്പോൾ അയാൾ അവിടെ അനങ്ങാതെ നിൽക്കുന്നതായി പോലും അവർക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ അതിനകത്ത് നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് സമയം സാധാരണമായിരിക്കും. അയാൾ അതിവേഗത്തിൽ തന്നെ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്ന ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അയാൾക്ക് തോന്നുക. സിംഗുലാരിറ്റിയിൽ എല്ലാം ചുരുങ്ങി ഒരു നിസ്സാര ബിന്ദുവായി മാറുന്നതായിരിക്കും. എന്നാൽ സത്യത്തിൽ ബ്ലാക്ക് ഹോളിനകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഉറപ്പായും സാധിക്കില്ല. ഇന്നൊരു വ്യക്തിക്ക് ഒരു ബഹിരാകാശ വാഹനത്തിനോ ബ്ലാക്ക് ഹോളിനുള്ളിൽ അതിജീവിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചേക്കാം. എന്നാൽ ബ്ലാക്ക് ഹോളുകൾ ആകർഷകമാണ്. ശാസ്ത്രജ്ഞർ ടെലിസ്കോപ്പുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് അവയെപ്പറ്റി പഠിക്കുന്നു. ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് ബ്ലാക്ക് ഹോളുകൾ മറ്റ് ലോകങ്ങളിലേക്കോ കാലങ്ങളിലേക്കോ ഉള്ള വാതിലുകളാവാമെന്നാണ്. എന്നാൽ ഇപ്പോഴും അത് വെറും സിദ്ധാന്തം മാത്രമാണ്. ഇനിയിപ്പോൾ അത് സാധ്യമാണെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ഹോളിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുമോ? അതോ സുരക്ഷിതമായി ദൂരെ നിന്ന് കാണാനാണോ നിങ്ങൾക്ക് താല്പര്യം?